ഡയമീറ്റർ ഓഫ് സ്പിയർ തന്നിട്ടുണ്ട്. സോ ഡയമീറ്റർ ഓഫ് സ്പിയർ നമുക്ക് തന്നിരിക്കുന്നത് 63 സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് ടോട്ടൽ സർഫേസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് സ്പിയർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 4πr² ആണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂസ് എല്ലാം കൂടി നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 4 ഇൻറ്റു പൈ എന്ന് പറയുമ്പോൾ നമുക്ക് 22/7 വരും. സോ 22/7 ഇൻറ്റു r². നമുക്ക് ഡയമീറ്റർ ആണ് തന്നേക്കുന്നത് മറക്കല്ല. സോ അതിനെ റേഡിയസ് ആക്കാൻ എന്ത് ചെയ്യണം? ബൈ 2 ചെയ്യണം. സോ പിന്നെ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ഒരു വട്ടം കൂടി എഴുതാം. സോ 63/2. ഇനി നമുക്ക് അതൊന്ന് സോൾവ് ചെയ്യണം. സോ സോൾവ് ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ 2 ഇൻറ്റു 2 4 ആണ്. സോ ഈ 4 ക്യാൻസൽ ആവും. ഇവിടുന്ന് 7ഉം 63യും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു 9 ഇൻറ്റു 7 ആണ് 63. സോ 9 ടൈംസ് വരും. സോ ഇനി ബാക്കിയോടെ ഉള്ളത് 22 ഇൻറ്റു 9 ഇൻറ്റു 63 ആണ് ബാക്കിയുള്ളത്. ഇനി നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ ആദ്യം തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യല്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? യൂണിറ്റ് ഡിജിറ്റ് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. എക്സാമിൽ എപ്പോഴും ഇതേപോലത്തെ കാൽക്കുലേഷൻ വരുമ്പോൾ ആദ്യം നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് ആണ് ട്രൈ ചെയ്യേണ്ടത്. സോ ഇവിടുന്ന് 2 ഇൻറ്റു 9 ഇൻറ്റു 3 ആണ് ആദ്യം എടുക്കേണ്ടത്. സോ 2 ഇൻറ്റു 3 6 ആണ്. ആൻഡ് ആ 6 ഇൻറ്റു 9 ചെയ്യുമ്പോൾ എത്ര വരും? നമുക്ക് 6 9s 54 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസറിന്റെ അവസാനത്തെ ഡിജിറ്റ് എന്താണ്? 4 ആണ് എന്ന് നമുക്ക് കിട്ടും. സോ ഓപ്ഷനിലേക്ക് വന്ന അവസാനത്തെ ഡിജിറ്റ് 4 ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൻസറിന്റെ പോസിബിലിറ്റീസ് വീണ്ടും എന്തായി? 2 ആയി. അപ്പൊ എക്സാമിന് ടൈം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പറ്റും ഇങ്ങനെ ചെയ്തു വരുമ്പോൾ. ഇനി നമുക്ക് എന്തറിയണം? ഇത് രണ്ടിൽ ഏതാ ആൻസർ എന്നറിയാം. സോ നമുക്ക് അത് ചെയ്യാൻ വേണ്ടി ഇനി അഗെയിൻ അത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് നമുക്ക് തോന്നും. അത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റിൽ നമുക്ക് എക്സാമിന് ടൈം ഇല്ല എന്ന് വിചാരിച്ചു നമ്മുടെ ഒരു ടൈം തീരാനായി നമുക്ക് ഇനി ഒരു 20 സെക്കൻഡ്സോ 30 സെക്കൻഡ്സോ ബാക്കിയുള്ളത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാൻ എങ്ങനെയായാലും 20 സെക്കൻഡ്സിനേക്കാളും കൂടുതൽ എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ ആ സമയത്ത് നമുക്ക് വീണ്ടും എങ്ങനെ നമുക്ക് ഇപ്പം യൂസ് ചെയ്ത പോലത്തെ യൂണിറ്റ് ഡിജിറ്റിന് പകരം ലാസ്റ്റ് 2 ഡിജിറ്റിന്റെ കൺസെപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ 22 ഇൻറ്റു 9 നമ്മൾ എടുക്കുകയാണെങ്കിൽ 22 ഇൻറ്റു 9 നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 ഇൻറ്റു 9 18 ആൻഡ് 2 ഇൻറ്റു 9 18 പ്ലസ് 1 19. സോ 198 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 198 എന്ന് വരും. ഇനി ആ 198 ഇൻറ്റു 63 ചെയ്താലേ ആൻസർ കിട്ടത്തുള്ളൂ. പക്ഷേ 198 ഇൻറ്റു 63 മൊത്തം ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക? അവസാനത്തെ 2 ഡിജിറ്റ്സ് മാത്രമേ യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊന്ന് ഇവിടേക്ക് എഴുതാം. സോ പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി 198 ഇൻറ്റു 63 മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുന്ന പകരം 98 ഇൻറ്റു 63 ചെയ്യുക. ഉറപ്പായിട്ടും 198 ഇൻറ്റു 63 ചെയ്യുന്നതിനേക്കാളും എളുപ്പമായിരിക്കും 98 ഇൻറ്റു 63 ചെയ്യുന്നത്. സോ നമ്മൾ അതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ 98 ഇൻറ്റു 63 3 ഇൻറ്റു 8 4. നമുക്ക് നേരത്തെ പറഞ്ഞ 4 അവസാനം വരുന്നുണ്ട്. സോ 24 ആൻഡ് 4 ദെൻ 24. സോ 2 ദെൻ 3 ഇൻറ്റു 9 27 28 29. സോ അവിടെ 29 എന്ന് വരും. ഇനി 6 ഇൻറ്റു 8 48 എന്ന് വരും. നമുക്കത് 4 ഇനി ഇവിടെ ക്യാരി ഓവറൊക്കെ പോകും ബാക്കി ചെയ്യണം. പക്ഷെ നമുക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ് ഇട്ടാൽ ഇത്രയും മതി. ഇനി ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് 4 വരും. 9 പ്ലസ് 8 നമുക്ക് എന്ത് വരും? നമുക്കിവിടെ 70 എന്ന് വരും. സോ അവസാനത്തെ 2 ഡിജിറ്റ് എന്താ വരാൻ പോകുന്നത്? 74 ആണ് വരാൻ പോകുന്നത്. സോ ഓപ്ഷനിലേക്ക് വന്നോ ഓപ്ഷൻ സിന്റെ അവസാനമാണ് 74 ഉള്ളത്. സോ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും ആൻഡ് ഓപ്ഷൻ എ തെറ്റായിരിക്കും. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമേ യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്തു, 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് സ്റ്റിൽ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫുൾ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാനായിരിക്കും മിക്കവാറും പേര് ശ്രമിക്കുന്നത്. പക്ഷെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് മാത്രമേ ചെയ്തുള്ളൂ? ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ബിക്കോസ് നമുക്ക് 24 ആണോ 74 ആണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇനി അതറിയാനും നമ്മൾ എന്ത് ചെയ്തു? ലാസ്റ്റ് 2 ഡിജിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തു. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാലും നമ്മൾ ആ മൾട്ടിപ്ലിക്കേഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ നിന്നില്ല. നമുക്ക് അവസാനത്തെ ഇവിടുത്തെ 2 ഡിജിറ്റ് കിട്ടിയ അവസാനത്തെ ഇവിടുത്തെ ഈ ഒരു അവസാനത്തെ ഇവിടെ ഡിജിറ്റ് വരത്തില്ലെന്ന് നമുക്കറിയാം. പിന്നുള്ളത് ഈ ഡിജിറ്റ് മാത്രം കിട്ടിയാൽ മതി നമുക്ക്. സോ ആ ഡിജിറ്റ് മാത്രം കിട്ടിയാൽ തന്നെ നമ്മൾ പ്ലസ് ചെയ്ത് താഴേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. സോ നോക്കിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ കിട്ടി. ബാക്കിയുള്ളത് അപ്പം യൂഷ്വലി 2 ഡിജിറ്റ് യൂസ് ചെയ്യുമ്പോഴും പലരും അത് ഫുൾ പ്രോപ്പർ മെത്തേഡ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഫുൾ പ്രോപ്പർ മെത്തേഡ് യൂസ് ചെയ്യാൻ നിൽക്കല്ല. ജസ്റ്റ് എന്ത് ചെയ്യുക? അവസാനത്തെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ അല്ലേ? സോ നമ്മുടെ ഓപ്ഷന്റെ അവസാനം 74 വരുന്നതായിരിക്കും ആൻസർ. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. നിങ്ങൾക്ക് അത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ എക്സാക്ട് ആൻസർ എടുക്കാവുന്നതാണ്. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. എപ്പോഴും റൈറ്റ് ആൻസർ മാർക്ക് ചെയ്യാൻ ഫുൾ ആൻസർ കിട്ടണം എന്ന് നിർബന്ധമില്ല.